അപ്പോൾ നമ്മുടെ കൊളുക്കുമല ഓഫ് റോഡ് പാർട്ട് 2 വീഡിയോ കേട്ടോ. നമ്മൾ എല്ലാ വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ലെങ്തി ആയിപ്പോൾ വീഡിയോ കാണാം. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കയറി എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇനി നമുക്ക് കയറാൻ കേട്ടോ അങ്ങോട്ടേക്ക്. ഇതാണ്ടോ ഞാൻ പറഞ്ഞ ആ വഴിയും കയറാനൊക്കെ കേട്ടോ. ഭയങ്കര മോശം വഴിയാണ്. പക്ഷെ എന്നാലും ഈ ജീപ്പ് കൊണ്ട് പുള്ളി ഓടിച്ച് കയറ്റി വിടാം. നമ്മൾ വണ്ടി ഇതാണ് കേട്ടോ. ഞാൻ വന്ന വണ്ടി. അപ്പോൾ ഇനിയും കുറേ കയറാൻ കേട്ടോ. അപ്പോൾ നല്ല കിട്ടില്ല വ്യൂ പോയിന്റും കാര്യമൊക്കെ കണ്ടോ. അത് നിർത്തി വേണ്ട വണ്ടി ഈ സൈഡൊക്കെ കണ്ടോ. അതുവഴിയൊക്കെ പോവാട്ടോ. അതുവഴിയൊക്കെ നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ അടുത്ത് മെയിനായിട്ട് ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. കേസ് നമ്മൾ അവിടെ നിന്നാണ് കഴിച്ച് വന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല. ചെറിയൊരു ഒരു ഗ്രാമത്തിൽ നിന്നാണ്ടോ നമുക്ക് കയറി വന്നാണ്ടോ. കേസ് അങ്ങനെ ഫൈനലും ഇവിടെ എത്തി കേട്ടോ. ഹോളി ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമുക്കൊരു 10-15 കിലോമീറ്റർ ഇനി നമുക്ക് കയറാണ്ട് കേട്ടോ. അങ്ങ് ടോപ്പ് ചെന്നിട്ട് കാണിച്ചു തരാം എൻ്റെ വീഡിയോസും കാണാനൊക്കെ. ഇതിൻ്റെ ആ വഴി ഇങ്ങനെ ഫുള്ള് വഴിയാണ്ടോ കൈസ്. അതൊക്കെ വഴിയാണ്. അതൊക്കെ ഇതുവഴിയൊക്കെ നമുക്ക് കയറുന്ന ഈ വഴി കൂടെയൊക്കെ ഉണ്ടോ കൈസ്. ഈ ഒരു കൽപ്പടി ഇങ്ങനെയൊക്കെ ഉണ്ടോ. അതുവഴിയാണ്ടോ നമുക്ക് കയറി വന്നത് കേട്ടോ. മാക്സിമം അവിടെ നിന്നാണ് കൈസ് നമ്മൾ തുടങ്ങിയത്. ഇതാ ഒരു പോയിന്റിൽ നിന്നാണ് കണ്ടോ. ഒരു പോയിന്റിൽ നിന്നാണ് കേട്ടോ. കുറേ ജീപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നിർത്താൻ പറ്റില്ല. വണ്ടികൾ അതിൽ നിന്ന് നിർത്താൻ പറ്റില്ല. ബ്ലോക്കാവും കേട്ടോ. നമ്മൾ നേരെ വണ്ടികളൊക്കെ എടുക്കുവാണ് കേട്ടോ. ഗൈസ് എന്തായാലും നിങ്ങൾ കൊളുക്കുമല വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും വെറുതെ വന്നാൽ പോരട്ടോ ഗൈസ്. എന്തായാലും ജീപ്പ് സഫാരിയും കൂടെ എന്തായാലും എടുക്കണം. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഹൈറ്റ് കൂടുന്ന അടിപൊളി നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മൾ ജീപ്പിൽ ഇങ്ങനെ എൻട്രിയാണ്. നമ്മൾ നേരെ ഇനിയും കുറേ പോകാനുണ്ട്. നമുക്ക് നേരെ പോവാം. എന്താണ് വെയിറ്റ് ചെയ്യണ്ടല്ലേ. ഓക്കെ നമുക്കിനി കയറാൻ പോകണം. ഈ ഒരു വ്യൂ ആണ്. ഇതുവഴിയാണ് നമ്മൾ എനിക്ക് കയറാൻ പോകണം. പൊളി. ഞങ്ങൾക്ക് തലയൊക്കെ ഇടിച്ച് നമ്മൾ ഫൈനലി ചെയ്തൊരു ടീ ഫാക്ടറിയുടെ അവിടെ എത്തിയിട്ടോ. നമുക്ക് നമ്മൾ ചായപ്പൊടി ഞങ്ങളൊക്കെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് പിന്നെ ഇത് ഇതാണ്ടോ നമ്മുടെ ആ ഏറ്റവും റൂഫ് ആയിട്ടില്ല കൈസ്. എന്നാലും ഒരു മിഡായിട്ടുള്ള അതിൻ്റെ വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയല്ലേ ഇവിടെ കാണാം. പക്ഷെ അവിടെ കുറേ ജീപ്പ് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോർണറിൽ അടിപൊളിയാണ് ഇവിടെ നല്ല വ്യൂ. ഇത് ആക്ച്വലി തമിഴ്നാടായിട്ടോ. കറക്റ്റ് ആക്ച്വലി തമിഴ്നാട്ടിലാട്ടോ തന്നെ. അപ്പോൾ കറക്റ്റ് തമിഴ്നാട്ടിലെത്തി. താഴത്തൊക്കെ വീടുകളും ഞങ്ങളൊക്കെ ഉണ്ടോ. അതൊക്കെ നമുക്ക് എന്താ ഹോം സ്റ്റേയും അതുപോലെ തന്നെ റിസോർട്ട്സും ഞങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എന്താ പറയുക റിസോർട്ട് നമ്മുടെ കൊളുക്കുമല ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ജീപ്പ് സഫാരി എന്തെങ്കിലും എടുക്കണ്ടോ. കാരണം നമ്മുടെ നോർമൽ വെഹിക്കിളൊന്നും കയറി വരില്ല കേട്ടോ അങ്ങോട്ട്. പിന്നെ അങ്ങനത്തെ വണ്ടിയൊക്കെ ആണെങ്കിലും റിസ്ക് ആണ് കൈസ്. ഇവരുടെ വണ്ടിയാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് എത്തിക്കാട്ടോ. നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആവും കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഇവിടെ കോടയൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടോ കണ്ടോ. ഫുള്ള് കോടയൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാനായിട്ടില്ല. ആ ഒരു എന്താ പറയുക ഒരു നമ്മൾ കുറച്ച് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് വേണം കേട്ടോ ഇവിടെ വ്യൂ കാണാൻ. പക്ഷെ പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് ഭയങ്കര ഫുൾ കോട കൊണ്ട് നമ്മുടെ എന്താ പറയുക സൺറൈസും കാണാനൊന്നും അധികം കണ്ടില്ലെന്നാണ് കേട്ടോ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറങ്ങിയിട്ട് കുഴപ്പമുണ്ടല്ലോ. ഈ ഒരു ക്ലൈമറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഈ ഒരു സെയിം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആയി ഇപ്പോൾ ഇറങ്ങി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ കാണട്ടെ വ്യൂ ഇങ്ങനെ അടിപൊളിയാണ്. ഒരു എന്താ പറയുക മൂന്നാർ പോയി കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ആളെ കിട്ടുമെന്ന് എനിക്കറിയില്ല. സൂര്യനെല്ലി എന്തായാലും മഞ്ഞോട്ടോ. കൊളുക്കുമല സൂര്യനെല്ലി സൂര്യനെല്ലി അറൗണ്ട് ഒരു 10-30 കിലോമീറ്റർ റൗണ്ട് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ കൊളുക്കുമല ട്രക്കിംഗ് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറേ അങ്ങ് പോകാനുണ്ട്. ഇവിടെ ഒരു വഴിയുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന എനിക്ക് തോന്നണം കഴിച്ചു. ഈ റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ. അതെന്തായാലും ഞാനിപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ വെച്ചാൽ നമ്മുടെ ഫ്രഷ് ചായപ്പൊടി ഇങ്ങനെയൊക്കെ ജസ്റ്റ് വാങ്ങിക്കണമെന്നുണ്ടോ കഴിച്ച്. നമ്മുടെ മൂന്നാർ കിട്ടുന്ന ചായപ്പൊടി എന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷ് ഒന്നും അല്ല കേട്ടോ. അതായത് മരുന്ന് ഞങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഫ്രഷാണ് കേട്ടോ. ഭയങ്കര ഫ്രഷാണ്. അപ്പം ഒന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചോട്ടോ ചായപ്പൊടി ഇങ്ങനെയൊക്കെ. അപ്പോൾ കഴിച്ച് ഇത് നമ്മുടെ പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേയിലത്തോട്ടത്തിനിടയിൽ ഫുൾ തേയിലത്തോട്ടം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സൂര്യകാന്തിൽ ചെറിയതുണ്ട് കഴിച്ച്. ചെറിയൊരു നല്ല ഭംഗിയാണ് ആ പച്ചപ്പിൽ നിന്ന് ആ ഒരു സൂര്യകാന്തിൽ നിന്ന് കാണാം. അപ്പോൾ കഴിച്ച് ഇതാണ്ട് ഞാൻ പറഞ്ഞ സൂര്യകാന്തി ആ ഫുൾ പച്ചപ്പിൻ്റെ ഇടയിൽ ആ ഒരു മഞ്ഞപ്പാണ് അടിപൊളിയാണ് കേട്ടോ. കഴിച്ച് നമ്മൾ ആ റോഡിൽ കൂടെ കണ്ട് നമുക്ക് കയറി വന്നേ കേട്ടോ. കഴിച്ച് ഇനിയും നമുക്ക് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. ഇതൊക്കെ റോഡാണ് കഴിച്ച്. അതൊക്കെ വേറെ എങ്ങോട്ടുള്ള റോഡാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ റോഡാണ് കഴിച്ച്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. നമ്മൾ സാധാരണ നോർമൽ ടോപ്പ് സ്റ്റേഷൻ പോയി നിൽക്കുന്ന പോലത്തെ വ്യൂ ഒന്നും അല്ല കേട്ടോ. അടിപൊളി. എന്തായാലും നേരിട്ട് ക്യാമറ കാണുമ്പോൾ എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാലും നേരിട്ട് ഒന്ന് കാണണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഒരു എന്താ പറയുക ഒരു കുണ്ടണ്ടികളുടെ അങ്ങനെ ശല്യം കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെറുതായിട്ടൊക്കെ മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മണ്ണും കാലൊക്കെ ഇടിഞ്ഞ് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കഴിച്ചു. ഇതിപ്പോൾ അടുത്ത് റെഡിയാക്കുക റോഡിന് കാലൊക്കെ നിന്നുണ്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം കണ്ടോ.
പക്ഷെ ഇവിടെ ഈ മഞ്ഞ് ഇങ്ങനെ നിൽക്കൂടെ, ഇതേ ക്ലൈമറ്റ് ആയിക്കോട്ടെ എപ്പോഴും ഇവിടെ രാവിലെ ഉച്ചക്ക് എല്ലാം പോയി. ഇപ്പോൾ സമയം 11 മണിയായിട്ടോ. എന്നിട്ട് നമുക്ക് ഇതേ സെയിം ക്ലൈമറ്റ്, ഒരു വ്യത്യാസം ഒരു മാറ്റമില്ല കേട്ടോ. ഏകദേശം മൂന്നാർ ചൂടോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരും. ഇവിടെ എന്തായാലും ഫുള്ള് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ടോപ്പ് സ്റ്റേഷൻ വേണമെങ്കിൽ പോകണ്ട, ടോപ്പ് സ്റ്റേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നിൽക്കാത്തുള്ളൂ. പക്ഷേ ഇവിടെ ഫുള്ള് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഈ പ്ലേസും കൂടി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കട്ടെ, അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു കയറ്റം കൊണ്ട് കയറണോ, അത് കറക്റ്റ് ഏറ്റവും ടോപ്പിൽ തന്നെ ഇട്ട് കയറ്റം കൊണ്ട് കയറണോ. നമുക്ക് കയറുണ്ടോ, ചെറിയൊരു കയറ്റം ഉണ്ടോ, അങ്ങോട്ട് കയറാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഫുള്ള് കോടയുണ്ട് അതിൻ്റെ പക്കത്ത് ഉണ്ടോ, ഫുള്ള് കോട ഒന്നും കാണാനുള്ള ഫുള്ള് കോട മഞ്ഞ്. എന്നിട്ട് വീശുണ്ടല്ലോ അല്ലേ മഞ്ഞിങ്ങനെ, ഫുള്ള് കോട മഞ്ഞ്. ടവറാണെന്നല്ലോ, ടവർ ചെറിയ റേഞ്ച് കണക്കിന് കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര ടവർ ഉണ്ടോ, ഫുള്ള് കോടയുണ്ട്. പക്ഷെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നു. പക്ഷെ ഇതിവിടെ കെട്ടി വെച്ചേനെ കേട്ടോ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഉണ്ടോ ഫുള്ള് കോട. പോകണമെന്ന് വെച്ചാൽ നമ്മുടെ സിംഹത്തിൻ്റെ ആ ഒരു ഇതുള്ള ആ ഒരു പാറ ഇങ്ങനെ കാണാനായിട്ട് പോകണ്ട. കൊളുക്കുമല മെയിൻ സ്ഥലമാണല്ലോ, നമ്മുടെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാത്ത ആ ഒരു സെയിം. അപ്പോൾ ആ സിംഹത്തിൻ്റെ ആ ഒരു സ്ഥലമുള്ള ആ പാറ കൂടി കാര്യം കാണാൻ വേണ്ടി പോകണ്ടോ. പക്ഷേ വണ്ടി അവിടെ നിർത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കാടിൻ്റെ കൂടെ കുറച്ച് നടക്കണം കേട്ടോ. അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാണ്ട് ഇതാണ് നമ്മുടെ ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്കൊന്നും വലിയ കാണാൻ പറ്റില്ല കേട്ടോ, കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും വലിയ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫൈനലി അത് ഫ്ലോപ്പായി നമുക്ക് തിരിച്ച് പോകണ്ടോ. പക്ഷെ ഭയങ്കര കോടയുണ്ടോ, രക്ഷയില്ല, ഫുള്ള് കോട. ഇതാണ്ട് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സുഖം റോഡാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഫുള്ള് ഉരുളങ്കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. സീ വഴി നമുക്ക് ഈ വഴി കേട്ടോ അങ്ങോട്ട് പോകണ്ട കേട്ടോ. നമ്മൾ ഈ വണ്ടി വന്നുകൊണ്ടിരിക്കണ്ടോ, ഭയങ്കര പണിയാണ്, പൊളി. അങ്ങനെ ഫൈനലി ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ്. നേരെ നമ്മൾ ഇപ്രാവശ്യം മൂന്നാർ വഴിയില്ല കേട്ടോ വോയിസ് പോകണം. നമ്മൾ ഒരു വെറൈറ്റി സ്ഥലത്തൂടെയാണ്, നമ്മുടെ പൂപ്പാറ രാജകുമാരി ആ റൂട്ടാണ്, ഡയറക്റ്റ് അടിമാലി കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ വഴിയാണ് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടികളൊക്കെ എടുത്ത് നമ്മൾ ജീപ്പ് ഞങ്ങളൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ ട്രക്കിങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ജസ്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വന്നാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രക്കിങ് എന്തായാലും കയറണം കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാരണം ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തിട്ട് വീണ്ടുങ്ങളായി അതുവരെ ബൈ. നമ്മൾ പോട്ടെ. അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടയൊക്കെ ഇറങ്ങാൻ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും അടുത്തിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.